വയനാട് കള്ളാടി ദുരന്തത്തിൽ ഒരു മൃതദേഹം കൂടി ഈ ഒരു സമയത്ത് എത്തിയിരിക്കുകയാണ്. മണ്ണിടിച്ചിലിൽപ്പെട്ട ഒരു മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ലിൻഡോ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. ലിൻഡോ, ഇനി ഒരാളുടെ കൂടിയാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്താൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ കാണാതായിരിക്കുന്ന റാണയുടെ മൃതദേഹം ആണോ? വിവരങ്ങൾ. ഈ ദുരന്തത്തിൽ കള്ളാടി ദുരന്തത്തിൽ കാണാതായത് 8 പേരാണ് എന്നാണ് സർക്കാരിന്റെ ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നത്. അതിൽ 7 പേരുടെയും മൃതദേഹം കണ്ടെത്തി. ഈ വിക്രം പേരുടെയും മൃതദേഹം കണ്ടെത്തി. ഈ വിക്രം റാണയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലായിരുന്നു ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നടന്നു വന്നിരുന്നത്. ഇപ്പോൾ ഈ അല്പസമയം മുമ്പാണ് ഈ 4ാമത്തെ സോണിലുള്ള, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഫയർഫോഴ്സ് അടക്കമുള്ള സംഘങ്ങൾ നിൽക്കുന്ന ആ ഭാഗത്താണ് ഇപ്പോൾ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ മൃതദേഹം വിക്രം റാണയുടേതാണെന്ന് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. മറ്റാരെങ്കിലും അതിൽ അകപ്പെട്ടുണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അതിന്റെ ആ മൃതദേഹം തിരിച്ചറിയാൻ അദ്ദേഹത്തിന്റെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ കണ്ടെത്തിയ മൃതദേഹം അവിടുന്ന് എടുത്ത് ഈ ആംബുലൻസിൽ എത്തിച്ച് പിന്നീട് ബന്ധുക്കളെ കാണിക്കുകയും പിന്നീട് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യുന്ന പ്രവർത്തികൾ നടക്കേണ്ടതുണ്ട്. അതിനുശേഷം മന്ത്രിയോ അടക്കമുള്ള ആളുകൾ സ്ഥിരീകരിച്ചാൽ മാത്രമേ നമുക്ക് അത് വിക്രം റാണയുടേതാണോ എന്നുള്ളൊരു സ്ഥിരീകരണം വരികയുള്ളൂ. എന്തായാലും ഈ തിരച്ചിലിൽ ഒരു മൃതദേഹം കൂടി കിട്ടിയിരിക്കുകയാണ്. 4ാമത്തെ സോണിലാണ് ഈ മൃതദേഹം കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ, ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ, അത് ആ മൃതദേഹം കണ്ടെടുത്ത മൃതദേഹം ഈ പരമാവധി പരിക്കില്ലാതെ മൃതദേഹം ആ കുഴിയിൽ നിന്നും, ആ മൺചെളിയിൽ നിന്നും എടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സും NDRF സംഘവും നടത്തുന്നത്. ഈ അപകടത്തിൽ ഈ സ്ഥിരീകരണം അനുസരിച്ച് 8 മൃതദേഹങ്ങൾ മാത്രമാണ്, 8 പേരാണ് ആകെ കുടുങ്ങിയിട്ടുള്ളത്. അത് പൂർണ്ണമായും ഈ നിർമ്മാണത്തിലിരിക്കുന്ന കമ്പനിയുടെ തൊഴിലാളികളായിരുന്നു എന്നതാണ് ഇതുവരെയും സംസ്ഥാന സർക്കാരിന്റെ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വിക്രം റാണയുടെ തന്നെ ആകാം ഇപ്പോൾ ലഭിക്കുന്ന മൃതദേഹം എന്നുള്ളൊരു അനുമാനത്തിലാണ് എന്തായാലും എല്ലാവരും നിൽക്കുന്നത്. കാരണം ഈ വിക്രം റാണയെ ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നും വിക്രം റാണ നിന്നിരുന്ന സ്ഥലം സ്ഥിരീകരിച്ചിരുന്നു. ആ പ്രദേശത്ത് നിന്നും ഈ ഒഴുകിയെത്തുന്ന പ്രദേശങ്ങൾ എന്ന നിലയ്ക്കാണ് ഈ 2ഉം 4ഉം സോണുകൾ കേന്ദ്രീകരിച്ച് പ്രധാനമായും ഇന്ന് തിരച്ചിൽ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ മൃതദേഹം ആശുപത്രിയിൽ എത്തിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സഹോദരനായിട്ടുള്ള അൻകുഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അൻകുഷ് അടക്കമുള്ള ആളുകൾ ഈ മൃതദേഹം കാണേണ്ടതുണ്ട്. അത് വിക്രം റാണയുടെ തന്നെയാണെന്ന് ഒരു സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരം തുടർ പ്രവർത്തികൾ കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഇത് വിക്രം റാണയുടെ തന്നെയാണ് ഈ കണ്ടെത്തിയ മൃതദേഹമെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും സംഭവ സ്ഥലത്തു നിന്നും, ഈ കള്ളാടി ദുരന്ത മേഖലയിൽ നിന്നും 8ാമത്തെ മൃതദേഹമാണ് ഇപ്പോൾ സ്വാതി കണ്ടെടുക്കുന്നത്. ശരി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലിൻഡോ, വയനാട് കള്ളാടി ദുരന്തത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കരാർ കമ്പനിക്ക് എന്നാണ് ഇപ്പോൾ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ പറയുന്നത്. ദിലീപ് ബിൽക്കോണിനാണ് EPC കരാറുകാരൻ എന്ന നിലയിൽ പദ്ധതിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ മുഴുവൻ ഉത്തരവാദിത്വവും നൽകിയിരിക്കുന്നത്. സർക്കാരിന് വേണ്ടിയാണ് കൊങ്കൺ കോർപ്പറേഷനെ പ്രോജക്ട് കോർഡിനേറ്റർ SPV ആയി നിയമിച്ചത് എന്നുമാണ് ഇപ്പോൾ കൊങ്കൺ അധികൃതർ വ്യക്തമാക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ദുരന്തത്തെക്കുറിച്ച് കൊങ്കൺ അധികൃതർ പറയുന്നത്? സ്വാതി, ഈ കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു. സംസ്ഥാന സർക്കാർ നിർമ്മാണ കമ്പനിയെയും നിർമ്മാണ കമ്പനി സംസ്ഥാന സർക്കാരിനെയും ഒക്കെ ആരോപിച്ചുകൊണ്ടുള്ള നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ, നിർമ്മാണ ചുമതലയുള്ള കമ്പനിയായ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുമുള്ള പൂർണ്ണ ഉത്തരവാദിത്വം കരാർ കമ്പനിയായ ബിൽക്കോൺ കമ്പനിക്കാണ് എന്നാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടിയാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിനെ പദ്ധതിയുടെ പ്രൊജക്ട് കോർഡിനേറ്ററായി SPV ആയി നിയമിച്ചത്. എന്നാൽ ദിലീപ് കോണിനാണ് EPC കരാറുകാരൻ എന്ന നിലയിൽ, ഈ നിർമ്മാണത്തിന്റെ പൂർണ്ണ ചുമതലയുള്ള കരാറുകാരൻ നിലയിൽ പദ്ധതിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ സംഭവങ്ങളിലും എല്ലാ
എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും പൂർണ്ണമായ ഉത്തരവാദിത്തം ബിൽകോൺ കമ്പനിക്ക് തന്നെയായിരിക്കും, ഈ കരാർ കമ്പനി തന്നെയായിരിക്കുമെന്നാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ പറയുന്നത്. എഞ്ചിനീയറിംഗും രൂപകൽപ്പനയും ടണൽ കണക്ഷൻ റോഡുകൾ എന്നിവ ഉൾപ്പെടെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തേണ്ടത് കരാർ കമ്പനിയാണ്. നിർമ്മാണത്തിലുടനീളം കരാറിലെ ഗുണനിലവാര മാനദണ്ഡങ്ങളും സുരക്ഷാ നിയമങ്ങളും പരിസ്ഥിതി മാർഗനിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും കരാർ കമ്പനിയുടേതായ ഉത്തരവാദിത്തമാണെന്നും ഈ ദിലീപ് ബിൽകോൺ കമ്പനി എന്ന കരാർ കമ്പനിയാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു വെക്കുകയാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ പുറത്തിറക്കിയ ഈ പ്രസ്താവനയിൽ. നേരത്തെ തന്നെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ അതിതീവ്ര മഴയാണ് ഇതിന്റെ പ്രധാന കാരണമായി അവർ ഉന്നയിച്ചിരുന്നത്. അതേസമയം സംസ്ഥാന സർക്കാർ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാറ്റിയിട്ട മൺകൂന ഇടിഞ്ഞാണ്. ശരി ലിൻഡോ, പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ലിൻഡോ അവിടെ നിന്നും നൽകിയിരിക്കുന്നത്. കള്ളാടിയിൽ ദുരന്തത്തിൽപ്പെട്ട് ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ കൊങ്കൺ റെയിൽവേ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം കരാർ കമ്പനിക്കാണ് എന്നും പറയുന്നു. ആ വിവരങ്ങളാണ് ലിൻഡോ അതിൽ ഇപ്പോൾ എന്തായാലും രണ്ട് കാര്യങ്ങളാണല്ലോ ലിൻഡോ നൽകിയത്. ഈ ഒരു മൃതദേഹം കണ്ടെത്തി, അതുപോലെ തന്നെ കരാർ കമ്പനി ഉത്തരവാദിത്തം കരാർ കമ്പനിക്കാണ് എന്ന് പറയുന്നു. അതുമാത്രമല്ല DGP അടക്കമുള്ള ആളുകൾ ഇപ്പോൾ അവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മറ്റ് നടപടികളൊക്കെ ഈ ഏത് രീതിയിലാണ് അവിടെ പൂർത്തിയാകുന്നത്? സ്വാതി, ഇന്ന് രാവിലെ തന്നെ മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചിരുന്നു ഈ വിക്രം റാണയെ ഏതെങ്കിലും തരത്തിൽ കണ്ടെത്തുക എന്ന ഏറ്റവും കാര്യക്ഷമമായ തിരച്ചിൽ നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇന്ന് രാവിലെ തിരച്ചിൽ ആരംഭിച്ചതെന്നാണ്. അത് ശരിയാകും വിധമാണ് ഇവിടെ ഇന്ന് പൂർണ്ണമായും രാവിലെ 8 മണി മുതൽ പൂർണ്ണമായും വലിയ രീതിയിലുള്ള ഒരു തിരച്ചിലാണ് ഇവിടെ നടന്നത്. NDRF സംഘങ്ങളുണ്ടായിരുന്നു, ഫയർഫോഴ്സ് സംഘങ്ങളുണ്ടായിരുന്നു, റാപ്പിഡ് സംഘങ്ങളുണ്ടായിരുന്നു, SOG സംഘങ്ങളുണ്ടായിരുന്നു. ഈ സംഘങ്ങളെല്ലാം വിവിധ ബാച്ചുകളായി തിരിച്ച് വ്യത്യസ്ത മേഖലകളിൽ പ്രധാനമായും 2-4 സോണുകളിലും മീനാക്ഷി പുഴയിലുമാണ് ഇന്ന് വലിയ രീതിയിൽ കൂടുതൽ മണ്ണുകൾ മാറ്റി ഏറ്റവും താഴ്ചയിലേക്കുള്ള തിരച്ചിലാണ് ഇന്ന് നടത്തിയത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ 4ാമത്തെ സോണിൽ നിന്നും അല്പസമയം മുമ്പ് ഒരു മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നത്. ഈ മൃതദേഹം ആരുടേതാണെന്ന് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയില്ല. എന്തായാലും 8 പേരാണ് ഇവിടെ ഈ കാണാതായിട്ടുള്ളത്. അതിൽ 7 പേരുടെയും മൃതദേഹം തിരിച്ചറിഞ്ഞു. 7 പേരുടെയും മൃതദേഹം കിട്ടി. ഈ 7 മൃതദേഹങ്ങളും തിരിച്ചറിഞ്ഞു. ഈ 8ാമത്തേത് വിക്രം റാണയുടെ വേണ്ടിയിട്ട തിരച്ചിലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 8ാമത്തെ മൃതദേഹം ലഭിച്ചിരുന്നത്. എന്നാൽ ഈ മൃതദേഹം ആരുടേതാണെന്ന് സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ നടക്കുന്നത് ഈ മൃതദേഹം 4ാമത്തെ സോണിൽ ചെളിയിൽ പുതഞ്ഞ രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അവിടെ നമുക്ക് നോക്കിയാൽ, ആ ദൃശ്യങ്ങളിൽ നോക്കിയാൽ അറിയാം, അവിടെ ഫയർഫോഴ്സ് സംഘാംഗങ്ങളും NDRF സംഘാംഗങ്ങളും എല്ലാവരും ഈ മൃതദേഹം അവിടെ ആ ചെളിയിൽ നിന്നും ഉയർത്താനുള്ള ഒരു ശ്രമമാണ്. മാക്സിമം പരമാവധി ഈ മൃതദേഹം വൃത്തികേടാവാത്ത രീതിയിൽ അതിനെ പൊക്കിയെടുക്കുക എന്നുള്ളൊരു പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റുകയും ഇത് വൈത്തിരി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്യും. അവിടെ വെച്ചാണ് ബന്ധുക്കൾ ഈ മൃതദേഹം കാണിക്കുക. മൃതദേഹം ഈ ബന്ധുക്കളെ കാണിച്ചതിന് ശേഷം, ബന്ധുക്കൾ സ്ഥിരീകരിച്ചതിന് ശേഷം, മറ്റു നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് ഇത് വിക്രം റാണയുടെ തന്നെ മൃതദേഹം ആകുമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതിൽ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ 4ാമത്തെ സോണിൽ നിന്നും ഒരു മൃതദേഹം കണ്ടെടുത്തിരിക്കുകയാണ്. ഈ ഏറ്റവും പ്രധാനപ്പെട്ടതായി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്താനുള്ള തിരച്ചിലാണ് ഇന്ന് പ്രധാനമായും നടന്നത്. ഇന്ന് യുവജന സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ള എല്ലാത്തരം ഫോഴ്സുകളെ കെടാവർ ഡോഗുകളെ അടക്കം എല്ലാത്തരം ഫോഴ്സുകളെ ഉപയോഗിച്ച് ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് നടത്തിയത്. പ്രത്യേകിച്ച് ഈ റാണയുടെ സഹോദരൻ വലിയ രീതിയിൽ അത്തരത്തിലൊരു ഒരു മാസമായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തെരച്ചിൽ നടത്തണമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി AP അനിൽകുമാറിനോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായി ആണ് ഇന്ന് ഏറ്റവും കാര്യക്ഷമമായി തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചത്. ഈ തെരച്ചിൽ നടത്തിയതിന് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അതിനൊരു ഗുണമുണ്ടായി. ഈ മൃതദേഹം 4ാമത്തെ സോണിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കുന്നു. ആ കണ്ടെടുക്കാൻ സാധിച്ച മൃതദേഹം ഈ ചെളിയിൽ നിന്നും മാറ്റി ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള പ്രവർത്തികളാണ് നടക്കുന്നത്. NDRF സംഘങ്ങളുണ്ട്, ഫയർഫോഴ്സ് സംഘങ്ങളുണ്ട്, മണ്ണുമാന്തി യന്ത്രങ്ങളുണ്ട്. ഇവയെല്ലാം ഉപയോഗിച്ച് ഏറ്റവും നല്ല രീതിയിൽ ആ മൃതദേഹം അവിടുന്ന് എസ്കലേറ്റ് ചെയ്ത് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ സ്വാധീനം നടന്നുകൊണ്ടിരിക്കുന്നത്.